ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയുള്ള എന്നുള്ള രീതിയിലുള്ള ആ ഒരു എക്സ്പ്രഷനാണ്. എങ്ങനെയുള്ള. അപ്പോൾ അത് ഒരു വ്യക്തിയെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ചാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ എങ്ങനെയുള്ള എന്നുള്ള രീതി ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ എങ്ങനെയുള്ള എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തെ രീതിയാണ് ഹൗ ഇസ് ഇറ്റ്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ലൈക്ക്, ഓഫ് വാട്ട് കൈൻഡ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻസ് വൈസ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ റെഡിയാക്കാം. ഇത് എങ്ങനെയുള്ള സിനിമയാണ്, ഇത് എങ്ങനെയുള്ള സിനിമയാണ്. ഇതെങ്ങനെ പറയുന്നത്? വാട്ട് കൈൻഡ് ഓഫ് മൂവി ഈസ് ഇറ്റ്, ഇത് ഏത് തരം സിനിമയാണ്, അതിന്റെ ആ ഒരു തരം ഏത് ടൈപ്പിൽ പെടുന്നതാണ്, ഏത് രീതിയിലുള്ള സിനിമയാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വാട്ട് കൈൻഡ് ഓഫ് മൂവി ഈസ് ഇറ്റ്, വാട്ട് കൈൻഡ് ഓഫ് മൂവി ഈസ് ഇറ്റ്. എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം, ഇത് നമ്മളൊരു പേഴ്സണെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം എന്ന് ചോദിക്കുമ്പോഴേക്കും അതെങ്ങനെ ചോദിക്കാം? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഈസ് ഹി, വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഈസ് ഹി, അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത്. അപ്പൊ ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ്. ഇനി ഒരു വ്യക്തിയുടെ രൂപത്തെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. ആ രൂപം എങ്ങനെ ഇരിക്കും എന്നുള്ളത്, എങ്ങനെയുള്ള ഒരു രൂപമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ അയാളുടെ ഒരു പേഴ്സണാലിറ്റി അല്ല, അയാളുടെ അപ്പിയറൻസ് ആണ് നോക്കി നമ്മൾ പറയുന്നത് ചോദിക്കുന്നതെങ്കിൽ അതെങ്ങനെ ചോദിക്കാം? അപ്പോ നമ്മൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ഹി ലൈക്ക്, വാട്ട് ഈസ് ഹി ലൈക്ക്, അദ്ദേഹം എങ്ങനെ, അദ്ദേഹത്തിന്റെ ആ ഒരു സാരൂപ്യത്തെയാണ്, നമ്മൾ രൂപത്തെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വാട്ട് ഈസ് ഹി ലൈക്ക് എന്നാണ് ചോദിക്കേണ്ടത്. അവിടെ എങ്ങനെയുള്ള കാലാവസ്ഥയാണ്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്, അപ്പൊ അവിടുത്തെ കാലാവസ്ഥ നമുക്ക് അറിയണം. അപ്പൊ അവിടെ എങ്ങനെയുള്ള കാലാവസ്ഥയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഈസ് ദ വെദർ ദേർ, ഹൗ ഈസ് ദ വെദർ ദേർ, അവിടെ എങ്ങനെയുള്ള കാലാവസ്ഥയാണ്, ഹൗ ഈസ് ദ വെദർ ദേർ. അവർ എങ്ങനെയുള്ള ഭക്ഷണമാണ് വിളമ്പിയത്, അവർ എങ്ങനെയുള്ള ഭക്ഷണമാണ് വിളമ്പിയത്. ഇത് നമ്മളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ്, അതിന്റെ ഏത് തരമാണ്, ഏത് ടൈപ്പ് ഭക്ഷണമാണ് എന്നറിയുന്നതിന് വേണ്ടി. അപ്പൊ എങ്ങനെ ചോദിക്കുന്നത്? ഹൗ വാസ് ദ ഫുഡ് ദേ സെർവ്ഡ്, ഹൗ വാസ് ദ ഫുഡ് ദേ സെർവ്ഡ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്, വിളമ്പി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഹൗ വാസ് ദ ഫുഡ് ദേ സെർവ്ഡ്. അയാളുടെ പുതിയ ജോലി എങ്ങനെയുണ്ട്, അയാളുടെ പുതിയ ജോലി എങ്ങനെയുണ്ട്. ഹൗ ഈസ് ഹിസ് ന്യൂ ജോബ്, ഹൗ ഈസ് ഹിസ് ന്യൂ ജോബ്. പരീക്ഷ എങ്ങനെയുള്ളതായിരുന്നു, പരീക്ഷ എഴുതി കഴിഞ്ഞു, അപ്പൊ പരീക്ഷ എങ്ങനെയുള്ളതായിരുന്നു. ഹൗ വാസ് ദി എക്സാം, ഹൗ വാസ് ദി എക്സാം. അത് എങ്ങനെയുള്ള പൂച്ചയാണ്, അത് എങ്ങനെയുള്ള പൂച്ചയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പൂച്ചയുടെ തരം, ആ ടൈപ്പ്, ഏത് വർഗത്തിൽപ്പെട്ടതാണെന്നുള്ളതാണ്. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് കാറ്റ് ഈസ് ദാറ്റ്, വാട്ട് കൈൻഡ് ഓഫ് കാറ്റ് ഈസ് ദാറ്റ്. എങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ, എങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പൊ നമ്മൾ ഈ ആളുകളുടെ തരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ യു, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ യു. എങ്ങനെയുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്, എങ്ങനെയുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാം ഈസ് ടേക്കിംഗ് പ്ലേസ് ദർ, വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാം ഈസ് ടേക്കിംഗ് പ്ലേസ് ദർ. നിങ്ങളുടെ പുതിയ വീട് എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ പുതിയ വീട് എങ്ങനെയുള്ളതാണ്. വാട്ട് ഈസ് യുവർ ന്യൂ ഹൗസ് ലൈക്ക്, വാട്ട് ഈസ് യുവർ ന്യൂ ഹൗസ് ലൈക്ക്. പുതിയ ടീച്ചർ എങ്ങനെയുള്ളതാണ്, പുതിയ ടീച്ചർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീച്ചറിന്റെ ടീച്ചിങ് സ്റ്റൈല്, അല്ലെങ്കിൽ ടീച്ചറിന്റെ പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അല്ലെങ്കിൽ ടീച്ചറിന്റെ അപ്പിയറൻസും ആകാം. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്? വാട്ട് ഈസ് യുവർ ന്യൂ ടീച്ചർ ലൈക്ക്, വാട്ട് ഈസ് യുവർ ന്യൂ ടീച്ചർ ലൈക്ക്. ഇവിടെ ടീച്ചറിന്റെ ആ ടീച്ചിങ് സ്റ്റൈലും പേഴ്സണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടീച്ചറാണ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഏത് വിഷയം എടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും നമ്മൾ വാട്ട് കൈൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കും. കൈൻഡ്, വാട്ട് കൈൻഡ് ഓഫ് ടീച്ചർ. ഒരു ഡോക്ടർ ആകുന്നത് എങ്ങനെയുള്ളതാണ്, ഒരു ഡോക്ടർ ആകുക എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഡോക്ടറിന്റെ പ്രൊഫഷൻ എങ്ങനെയുള്ളതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ബി എ ഡോക്ടർ, വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ബി എ ഡോക്ടർ. അപ്പൊ എങ്ങനെയുള്ള എന്നുള്ള ആ ഒരു രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പല രീതിയിൽ നിങ്ങൾ പഠിച്ചു അല്ലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.